ഗോവിന്ദച്ചാമി വീണ്ടും ഞെട്ടിക്കുകയാണ്. ജയിലിന്റെ അഴികൾ മുറിക്കുവാൻ ഏകദേശം 1.5 മാസത്തോളം സമയമെടുത്തുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഈ മുറിച്ചതിന്റെ പാടുകൾ പുറത്തുനിന്ന് കാണുവാതിരിക്കാൻ തുണികൾ കൊണ്ട് കെട്ടിവെച്ചു. ഇയാൾ ജയിൽ ചാടുന്നതിനായി പാൽപാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചു. ജയിൽ ചാടിയതിനു ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്തുവാനായിരുന്നു ഇയാളുടെ പ്രാഥമിക ലക്ഷ്യം. തുടർന്ന് കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടുവാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് കൃത്യമായി അറിയാത്തതുകൊണ്ട് ഇയാൾക്കിത് തിരിച്ചടിയായി. തുടർന്നാണ് DC ഓഫീസ് പരിസരത്ത് ഇയാൾ എത്തിയത്. ആഹാരം കഴിക്കുന്നത് കുറച്ച് ശരീരഭാരം കുറച്ചതും മതിൽ ചാടാൻ തുണികൾ ശേഖരിച്ചതും സെല്ലിലെ കടുപ്പമേറിയ കമ്പികൾ ദ്രവിപ്പിച്ച ശേഷം മുറിച്ചു മാറ്റിയതും ജയിൽ ഉദ്യോഗസ്ഥർ ആരും തന്നെ അറിഞ്ഞില്ല. എന്തിന് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന സെൽ മുറിയിൽ പോലും ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. ജയിൽ ചാട്ടം പൂർണ്ണമായി ഇല്ലാതാക്കാനായിരുന്നു സെൻട്രൽ ജയിലിലെ വളപ്പുകളിലെ മതിലിനു മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ചത്. തീവ്രത കുറഞ്ഞ കറണ്ട് ദിവസം മുഴുവൻ ഇതിലുണ്ടാകും. ഇതിൽ ഒരാൾ സ്പർശിച്ചാൽ അയാൾക്ക് ശക്തമായി ഷോക്ക് ഏൽക്കും. പക്ഷേ ജീവഹാനി ഉണ്ടാകില്ല. ഈ ഇലക്ട്രിക് ഫെൻസിംഗ് മുകളിലൂടെ തുണികൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ വടമെറിഞ്ഞാണ് ഗോവിന്ദച്ചാമി പുറത്തു കിടന്നത്. ഈ സമയം ഫെൻസിംഗിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ലെന്നാണ് അറിയുന്നത്. കറണ്ട് പോയാൽ പകരം സംവിധാനമൊരുക്കാൻ ജനറേറ്റർ ഉണ്ടായിരുന്നോ എന്നുപോലും സംശയമാണ്.